അറിയില്ല അമ്മേനെ. അച്ഛനാണ് കൊണ്ടുപോയി വരെയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോന്നുള്ള പേടി. സ്നേഹം കൊണ്ടപ്പോ അങ്ങനെ അമ്മ പോന്നുള്ള പേടിയുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം എന്ന് പറയുന്നത് ഒരു പേ പിടിച്ച സ്ത്രീനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പേ എന്ന് പറയുമ്പോഴത്തേക്കും അവിഹിതം എന്ന പേ, അതാണ് അവിഹിത പേ. അതാണ് ഈ കഥയുടെ സാരാംശം എന്ന് പറയുന്നത്. അവിഹിതം കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഞാൻ പറഞ്ഞേക്കുന്നത് ഷോർട്സിലൂടെയാണ്. എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഡി എം ചെയ്യാറുണ്ട്. അവരുടെ ഓരോ ഫാമിലിയിലെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡി എം ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അന്നൊക്കെ അവരോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാകും. പിന്നെ എനിക്ക് ഒത്തിരി സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ചില സ്ത്രീകൾ അംഗീകരിക്കാൻ തയ്യാറാകില്ല. അങ്ങനെ അംഗീകരിക്കാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളായിരിക്കുമെന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് ഇവരുടെ കഥയിലോട്ട് പോവാം. അതായത് ഈ ഹസീന ബീവിയുടെയും സുരേഷിന്റെയും കഥയിലോട്ട് പോവാം. അതായത് ഹസീന ബിയും സുരേഷും, അതായത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, രണ്ടുപേരും രണ്ട് മതസ്ഥരാണ്. അതായത് ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിം. ഹസീന മുസ്ലിമാണ്. ഇവർ തമ്മിൽ സ്നേഹിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അതായത് ഹസീനയ്ക്ക് ഏകദേശം പ്രായം ഒരു 18 വയസ്സോടെയാണ് ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത്. അത് ഇവർ ക്ലാസ്മേറ്റ്സ് ആയിരിക്കുമ്പോഴാണ്. അതായത് അങ്ങനെ പുറത്ത് പഠിത്തത്തിലൂടെയുള്ള ഒരു പരിചയത്തിലൂടെയാണ് ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് അതിനകത്ത് 4 മക്കളുണ്ട്. 2 ആണും 2 പെണ്ണും. അതായത് ഒരാൾക്ക് 17, ഒരാൾക്ക് 11, പിന്നെ ഒരാൾക്ക് 9, ഒരാൾക്ക് 4, അങ്ങനെയുള്ള പ്രായത്തിലുള്ള 3-4 മക്കളും ഇവർക്കുണ്ട്. അത് 2 ആണും 2 പെണ്ണുമാണ്. ഇവരുടെ ജീവിതം അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ലാതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ ഭർത്താവിന് ചെറിയ സംശയരോഗം ഉണ്ട് കേട്ടോ. അതായത് ഈ സുരേഷിന് ചെറിയ സംശയരോഗമുണ്ട്. അപ്പൊ ഈ സംശയരോഗം എന്ന് പറയുന്നത് അത് വെറുതെ അങ്ങ് ഉടലെടുക്കില്ലല്ലോ. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവാതെ ഒരു സംശയരോഗം അവിടെ ഉടലെടുക്കില്ല. അതിനുള്ള കാരണമുണ്ട്. ഹസീനയ്ക്ക് മറ്റൊരു ചെറുപ്പക്കാരന്റെ ബന്ധമുണ്ട്. ഇനി ആ കഥയിലോട്ട് നമുക്ക് പോരാം. ഇതിന് ഇടക്കിടക്ക് ആരൊക്കെയോ വീഡിയോ കോൾ ചെയ്യുന്നതായിട്ട് ഈ പറയുന്ന സുരേഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. സുരേഷ് ഇതിനെക്കുറിച്ച് ഭാര്യയായ ഹസീനയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഹസീന അതിന് കൃത്യമായ മറുപടിയും വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. അതൊക്കെ സംശയരോഗമാണെന്നുള്ളൊരു മട്ടില് അതങ്ങ് തള്ളിവിടുവാണ് ഹസീന ചെയ്യുന്നത്. ഒരിക്കല് ഈ ഹസീനയുടെ ഫോണ് കംപ്ലൈന്റ് ആകുന്നു. അതായത് ഈ പറയുന്ന സുരേഷ് എന്ന വ്യക്തിയുടെ ജോലി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം മൊബൈൽ ടെക്നീഷ്യനാണ്, അതുപോലെ ഇലക്ട്രീഷ്യന്റെ പരിപാടിയൊക്കെയാണ് സുരേഷ് ചെയ്തു പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കല് ഈ പറയുന്ന ഭാര്യയുടെ ഫോണ് കംപ്ലൈന്റ് ആവുന്നു. കംപ്ലൈന്റ് ആയ സ്ഥിതിക്ക് അത് നന്നാക്കണമല്ലോ. അപ്പൊ അത് ആരാ നന്നാക്കണത്? ഈ ഭർത്താവ് സുരേഷ്. അപ്പൊ അതിലൂടെ അത് നന്നാക്കുന്നതിലൂടെ സുരേഷ് മനസ്സിലാക്കുന്നു ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം. അതായത് എന്ത്? അവിഹിത ബന്ധമുണ്ടെന്നുള്ള കാര്യം. അതായത് ഇവരുടെ ജീവിതത്തിലോട്ട് ഒരു മൂന്നാമതൊരാളും കൂടി കടന്നു വന്നു എന്നുള്ള കാര്യം സുരേഷ് മനസ്സിലാക്കുന്നു. പിന്നെ സുരേഷിന് അടിമുടി സംശയം. അപ്പൊ പിന്നെ ഫുൾ സംശയം. അതായത് അതോടെ ഇവരുടെ മക്കളൊക്കെ അറിയുന്നുണ്ട്. ഇവര് 3-4 മക്കളും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പം കുടുംബം മൊത്തം അങ്ങോട്ട് വഴക്കാവണം. അറിയാലോ, ഒരു സംശയത്തിന്റെ ഒരു ചെറിയൊരു തീപ്പൊരി വീണാ മതി, അതങ്ങ് മുഴുവൻ അങ്ങ് കത്തിപ്പടരുമല്ലോ. അതേപോലെ തന്നെ ഇവരുടെ ലൈഫിലും സംഭവിക്കുകയാണ്. പക്ഷെ ഇത് സംശയമല്ല, ഇത് റിയാലിറ്റിയാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു മൂന്നാമത് ഒരു പയ്യൻ ഇടയിൽ കയറുന്നുണ്ട്. പയ്യനല്ല, ഇവരുടെ ക്ലാസ്മേറ്റ് ഇടയിൽ കയറുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ തുടക്കം. ഈ ഈ ബന്ധത്തിന്റെ കാര്യം ഹസീനയുടെ വീട്ടുകാരടക്കം അറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഹസീന അതൊന്നും വലിയ ചെവി കൊള്ളുന്നല്ലോ. എനിക്ക് എന്ത്, ഞാൻ എങ്ങനെ ജീവിച്ചാൽ എന്താന്നൊക്കെ രീതിയിൽ ഹസീന ആരെ മൈൻഡ്. അതായത് പ്രേമവും ഈ കാമവും ഒക്കെ നമുക്ക് മേത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ലല്ലോ. അപ്പൊ അത് തന്നെ ഹസീനയുടെ ജീവിതത്തിലും സംഭവിക്കുന്നു. ഈ അവിഹിതത്തിന്റെ ലെവല് അങ്ങ് മൂർധന്യാവസ്ഥയിലെത്തുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു ഹസീന? ഹസീന കാമുവിനോടൊപ്പം അങ്ങ് ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങി പോകുമ്പോഴത്തേനും ഇളയ കുഞ്ഞുണ്ടല്ലോ, ഏറ്റവും 4ാമത്തെ കുഞ്ഞ്, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അയാളുടെ കൂടെ ഒരു 1-1.5 ആഴ്ചയോളം താമസിക്കുന്നുണ്ട്. ആര്? ഹസീന താമസിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ പറയുന്ന സുരേഷിന് ബുദ്ധിമുട്ടായിട്ട് സുരേഷ് ഹോസ്പിറ്റലിസ്റ്റൊക്കെ ആകുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്ന ഈ അമ്മേനെ കുറിച്ചാണല്ലോ. എന്ത് നല്ല അമ്മ, 4 കുഞ്ഞുങ്ങളുണ്ട്. ആ 4 കുഞ്ഞുങ്ങളുടെ ഭാവിയൊന്നും പുള്ളിക്കാരിക്ക് വലിയ സംഭവം ഒന്നല്ല. മരിച്ചു പോയെങ്കിലും നമുക്ക് പറയേണ്ടത് പറയണമല്ലോ. കാരണം ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇനിയും നമുക്കിടയിലുണ്ട്. അപ്പൊ അവര് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ കൂടി കൊള്ളണമല്ലോ നമ്മൾ ഈ പറയണത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. നല്ല ഭാര്യ, നല്ല അമ്മ, എന്തല്ലേ നല്ല കുടുംബത്തിനോട് ഉത്തരവാദിത്വമുള്ള അമ്മ, 2 വളർന്നു വരുന്ന പെൺമക്കൾക്ക് മാതൃകയാവേണ്ട അമ്മ, എന്തായാലും നല്ല സൂപ്പർ അമ്മ. എന്തായാലും ബാക്കിയുള്ള കഥയിലോട്ട് കടക്കാം.
അങ്ങനെ ഈ സംഭവം പോലീസ് കേസ് ആകുന്നുണ്ട്. അതായത് സുരേഷും മക്കളും കൂടി ഇതൊരു മിസ്സിംഗ് കേസ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഹസീനെ കാണുവാനില്ല എന്ന രീതിയിൽ പോലീസ് കേസ് വരുന്നുണ്ട്. അങ്ങനെ ഹസീന തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുന്നു. പിന്നെ ഈ പറയുന്ന സുരേഷും ഹസീനയും തമ്മിൽ സംസാരിക്കുന്നു. പക്ഷെ എന്നിട്ടും ഹസീന എടുക്കുന്നില്ല. ലാസ്റ്റ് പോലീസ് ഇവരെ രമ്യത്തിലാക്കുന്നു. കാരണം മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് പോകാനൊക്കെ പറയുന്നു. അങ്ങനെ ലാസ്റ്റ് എന്താ ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഹസീന തൽക്കാലത്തേക്ക് അങ്ങേരുടെ കൂടെ, അതായത് ഈ സുരേഷിന്റെ കൂടെ അങ്ങ് പോകാന്ന് ഹസീൻ അങ്ങ് വിചാരിക്കുവാണ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പക്ഷെ പ്രശ്നങ്ങൾ തുടക്കമാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താ, അതായത് ഇവരവിടെ സോഫയിൽ പോയി ഇരിക്കുമ്പോഴത്തേന് അത് മകള് പറയണ കാര്യമാണ്. മൂത്ത മകളുണ്ടല്ലോ 17-കാരി, ആ കുട്ടി പറയണേ. അവിടെ ഇരിക്കാൻ നേരത്തെ ഈ പറയുന്ന കാമുകൻ ഉണ്ടല്ലോ, കാമുകൻ വിളിച്ചോണ്ടേ ഇരിക്കുന്ന, മെസ്സേജ് അയച്ചോണ്ടേ ഇരിക്കുക അങ്ങോട്ട്. എന്താ പറയണത്, ഒരു ഭർത്താവ് എന്നിട്ട് അതിനൊക്കെ ക്ഷമിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഭർത്താവ് പറയുന്നുണ്ട്, നീ അതൊക്കെ വിട്, അതിനെ നീ അതൊക്കെ മറക്ക്, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം, ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും പറയില്ല ഞാൻ നിന്നോട്. അതായത് ഭർത്താവ്, അതായത് ഈ കുട്ടികളുടെ അച്ഛൻ കാല് പിടിക്കുന്നുണ്ട് ഹസീനയുടെ. പക്ഷെ ഹസീനയ്ക്ക് അതൊന്നും പറ്റില്ല. ഹസീനയ്ക്ക് ഭർത്താവിനൊന്നും വേണ്ട, മക്കളെയും വേണ്ട, കുടുംബം വേണ്ട. ഹസീനയ്ക്ക് കാമുകന്റെ കൂടെ അങ്ങ് പോയാൽ മതി. അതാണ് ഹസീനയുടെ നിലപാട്. ഹസീനയുടെ അടുത്ത് ഒരുപാടൊക്കെ പറഞ്ഞിട്ട് ഹസീന ഒന്നും കേൾക്കുന്നില്ല. ഹസീന പറയാനാണ് അന്നേരം, എനിക്ക് നിന്റെ കൂടെ കിടക്കൊന്നും വേണ്ട, ഞാൻ അവന്റെ കൂടെ കിടക്കുള്ളൂ, ഞാൻ നിന്റെ കൂടെ കിടക്കില്ല. അങ്ങനെയൊക്കെ ആ മക്കൾ കേൾക്കാൻ പറ്റാത്ത വാചകങ്ങൾ വരെ അവിടെ ഹസീന പറയുന്നുണ്ട്. അതായത് ഹസീന മരിക്കുന്നതിന്റെ അന്ന് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് നമുക്ക് ആദ്യം തന്നെ അറിയണം. അത് പറയുന്നത് വേറെ ആരുമല്ല, ഹസീനയുടെ മൂത്ത മകള് തന്നെയാണ്. തിരിച്ച് വീണ്ടും വന്നപ്പോൾ അമ്മ ഇവിടെ സോഫയിൽ ഇരിക്കുന്ന, മോൾ അവിടെ ഇരിക്കുന്നു, അച്ഛൻ ബാക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴേ അമ്മ അവനെ തന്നെ അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണം, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അച്ഛൻ ആദ്യം കയറി. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി നോക്കി, അമ്മ ഇങ്ങനെ ഉണ്ട്, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വിളിക്കണ്ടെന്ന് പറയാം എന്ന് നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തു. അമ്മ മോളോട് സംസാരിച്ചിരുന്നു വീട്ടിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച്. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതായത് നിങ്ങൾ കേട്ടോ, അതായത് ഈ ഭാര്യ, അതായത് ഈ ഹസീന ഭർത്താവിനോട്, അതായത് മക്കളടക്കാൻ നിൽക്കുന്ന ഇടത്ത് വെച്ചിട്ട് പറയാനാണ്, നീ ആരാടാ ഇത് പറയാനായിട്ട്, ഞാൻ അവന്റെ കൂടെ കിടക്കുകയും ചെയ്യാം, അവന്റെ കൂടെ പോവുകയും ചെയ്യും, അത് നീ ആരാടാ ചോദിക്കാൻ എന്ന രീതിയിൽ ഹസീന ഭർത്താവിനോട് ചോദിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഭർത്താവിന്റെ സ്ഥിതി. എന്നിട്ടും ആ ഭർത്താവ്, അതായത് ഈ സുരേഷ് ഈ പെണ്ണിന്റെ കാല് പിടിക്കുന്നുണ്ട്. ആ മക്കള് തന്നെ പറയുന്നുണ്ട്, അച്ഛന് അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അതായത് ഉമ്മനെ അത്രയും ഇഷ്ടമാണെന്നാ പറഞ്ഞത്, അത്രയും കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, അത്രയും കാര്യം. അതാണ് ഇദ്ദേഹം എനിക്ക് എന്റെ ഭാര്യനെ വേണം എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നത്. ഹസീന പറയുന്നത്, എനിക്ക് നിന്റെ കൂടെ കിടക്കണ്ട, അതായത് ഭർത്താവിന്റെ കൂടെ കിടക്കണ്ട, എനിക്ക് അവന്റെ കൂടെ പോയാൽ മതി, എനിക്ക് നിന്നെ വേണ്ട എന്ന രീതിയിലൊക്കെ പറയാം. എന്നിട്ട് മക്കളുടെ കാര്യം ചോദിക്കുമ്പോൾ മക്കളെയും എനിക്ക് വേണ്ട. അതായത് പിന്നെ ഹസീനയ്ക്ക് മക്കളോടൊക്കെ ഒരു ദേഷ്യം വരണം. എന്താന്ന് വെച്ചാൽ മക്കളൊന്നും ഹസീനയുടെ കൂടെ നിന്നില്ല, ഈ ഭർത്താവായ സുരേഷിന്റെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം തെറ്റ് ഭാര്യയുടെ പുറത്താണല്ലോ, അത് അമ്മയുടെ പുറത്തായതുകൊണ്ട് മക്കള് ഹസീനയുടെ കൂടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹസീന എന്ത് ചെയ്യുന്നു, ആ മക്കളോടും കൂടി ഒരു ദേഷ്യം കാണിക്കണം കേട്ടോ. എന്നിട്ട് ഹസീന മെച്ചപ്പെട്ട് നിൽക്കണേ, ഞാൻ പോയില്ല, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ നിന്റെ കൂടെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മെച്ചപ്പെട്ട് നിൽക്കണേ. ഹസീന ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നൊക്കെയാണ് പറയണത്. ഇതിന്റെ ഇടയിൽ കാമുകം പുറത്തും വന്ന് നിൽക്കുന്നുണ്ട് ഹസീനനെ കൊണ്ടുപോകാനായിട്ട്. ഇവള് വരുവാണെങ്കിൽ കൊണ്ടുപോകാലോ എന്ന രീതിയിൽ പുറത്തുനിന്ന് പറഞ്ഞാൽ കുറച്ച് മാറിയിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. അങ്ങനെ വെളുപ്പിന് 4 മണിയൊക്കെ, പിറ്റേ ദിവസം സ്കൂൾ തുറക്കലൊക്കെ, അതിന്റെ പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പോകണം എന്ന രീതിയിലൊക്കെ നിൽക്കുവാട്ടോ. സ്കൂൾ ബാഗൊക്കെ തയ്യാറാക്കി സ്കൂളിൽ പോകണം, പുതിയ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സന്തോഷത്തില് മക്കളെ നിൽക്കുവാണ്. അങ്ങനെ ഹസീനയും ഭർത്താവും തമ്മിൽ ഈ ഇഷ്യൂ അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കണേ. ലാസ്റ്റ് ഹസീന എന്ത് ചെയ്യുന്നു, ഇറങ്ങി പോകാനായിട്ട് പോണേ. ലാസ്റ്റ് സുരേഷിന് മനസ്സിലായി ഇവള് നിൽക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. സുരേഷിന്റെ ക്ഷമ മുഴുവൻ നശിച്ചു. സുരേഷ് എന്ത് ചെയ്യുന്നു, ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസീന വരുത്തി വെച്ച വിനയാന്ന് നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഹസീന മനഃപൂർവ്വം ആ ഭർത്താവിനെ കൊണ്ട് കൊല്ലിച്ചു തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അയാൾ അത്രയും സഹി കേട്ടിട്ടാണ് ഹസീന എന്ന് പറയുന്ന ഈ കാമപിശാചിനെ കൊന്നത്. ഇങ്ങനെ കുടുംബത്തിനെ ഉപേക്ഷിച്ച് കുടുംബത്തിനൊരു വിലയും നൽകാതെ പോകുന്ന പെണ്ണുങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നമ്മളൊക്കെ സ്ത്രീകളല്ലേ, നമ്മുടെ മക്കള്
നമുക്ക് അതിനകത്തൊരു മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്രഹരം ഏൽക്കുന്നത് ആ കുഞ്ഞു മക്കളിലോട്ടാണ്. അതായത് ആ 4 മക്കൾക്ക് ഇനി അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അവരിലോളം ആത്മാർത്ഥത ആ കുട്ടികളോട് ആർക്കും ഉണ്ടാവില്ല. ആ കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോയി. ആ 17 വയസ്സുകാരി ആ 3 മക്കളെ അങ്ങ് നോക്കണമെന്നാ പറയണത്. ആ കൊച്ചിന്റെ ബാല്യം ഒന്ന് ആലോചിക്കുക. ആ കൊച്ചിന് എന്ത് പ്രായമുണ്ട്. ആ കുട്ടി പറയണ കേട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സങ്കടം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സങ്കടമാവും. പഠിച്ച് കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ എന്ത് വലിയ ട്രോമയാണ് ആ 4 മക്കൾക്കും ഉണ്ടായിരിക്കുന്നത്. കണ്ണി കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്. അച്ഛന്റെ മരണം കൊണ്ട്, അമ്മയുടെ മരണം കൊണ്ട്, അവിഹിത ബന്ധം കണ്ടു, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ കണ്ടു. എനിക്ക് ചോദിക്കാറുള്ളത്, നിങ്ങളോടൊന്നും എത്ര പറഞ്ഞാലും ഈ സ്ത്രീകൾക്കാണെങ്കിലും, പുരുഷന്മാരെ ഞാനൊന്നും പറയാതിരിക്കണല്ല, എന്നാലും സ്ത്രീകള് ഇതിനൊക്കെ മുൻകൈ എടുത്ത് ഇങ്ങനെ പോവാൻ നേരത്ത് പോകുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നണേ. നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാനിപ്പോ കുലസ്ത്രീ ആണെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്തൊക്കെ വന്നാലും നമ്മളുടെ ഒരു സംസ്കാരത്തില് നമ്മുടെ ഒരു ഫാമിലി റൺ ചെയ്യേണ്ടത് എന്തൊക്കെ വന്നാലും സ്ത്രീകളുടെ ഒരു ഇതിലാണ്. അപ്പൊ ആ സ്ത്രീയെ ആ കുടുംബത്തിന് നന്നായിട്ട് കൊണ്ടുപോകേണ്ട ആള് ഇങ്ങനെ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? എങ്ങനെ പോകാൻ സാധിക്കുന്നു? നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എങ്ങനെ പോകാൻ സാധിക്കുന്നു? നമുക്കറിയാവുന്ന ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട്. ശരിക്കും ആ കഥ നിങ്ങളൊന്ന് കേൾക്കണം. അത് എൻ്റെ ഒരു മറ്റൊരു ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നിയേക്കണം, ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിക്കും എന്നൊക്കെ ഓർത്തിട്ട്. അത്രയും അതും ഇതുപോലെ തന്നെ അവിഹിതമാണ്. പക്ഷെ അതെന്ന് പറയുമ്പോൾ പ്രായ വ്യത്യാസം കൂടെ ഉണ്ട്. അതായത് ഒരു മുതിർന്ന ഒരു ആ സ്ത്രീയെ സ്നേഹിക്കണത് അവരെക്കാളും ഒരു 4, 5, 6 വയസ്സ് പ്രായം ഇളയ ഒരു ചെറുക്കന്. അതിലൂടെ പോവാൻ വേണ്ടിയാ നോക്കണത്. എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കണേ, പെണ്ണുങ്ങളെ നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഇങ്ങനെ പോകുന്നവരോടാട്ടോ, നല്ല സ്ത്രീകളോടല്ല ഞാൻ പറയണത്. നിങ്ങൾക്കൊന്നും നാണമില്ല? നിങ്ങൾക്ക് ഇത്രയും കാമം പൂന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ ഉള്ള പരിപാടിക്ക് പോണത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പണിക്ക് പോയിക്കൂടെ? അതല്ല ഇതിന് നല്ല മാന്യമായ ജോലി. ഇങ്ങനെ കല്യാണം കഴിച്ച് അതിനകത്ത് കുറെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനായിട്ട്, ആ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കാനായിട്ട് നിങ്ങളെ പോലുള്ളവർ എന്തിനാണ് ഇതുപോലത്തെ ജീവിതം സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നത്? അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും മരണം, കൊലപാതകം എന്ന് പറയുന്ന ഒരിക്കലും ഒരു പരിഹാരമല്ല. നമുക്ക് വേറൊരാളായിട്ട്, നമ്മുടെ ലൈഫ് പാർട്ണറായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് അത് ലീഗലായിട്ട് മൂവ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു ബന്ധം തകർന്നിട്ട് ആ ബന്ധത്തിൽ പിന്നെ പിടിച്ച് കിടക്കാനായിട്ടൊന്നും നോക്കരുത്. കാരണം വെച്ചാൽ നമ്മള് എന്താണ് പിടിച്ച് കെട്ടിക്കൊണ്ടു വന്നാലൊന്നും അതൊന്നും ശരിയാവില്ല. അതൊക്കെ അവർ ആ വഴിക്ക് തന്നെ പോകും. അത് 100% ഉറപ്പുള്ള കാര്യം. അവരെത്ര ഇല്ല, ഞാൻ ഇനി ആ ബന്ധത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ പോലും അവർ ആ ബന്ധത്തിൽ പോകും. 100% ഉറപ്പുള്ള കാര്യം. അതുകൊണ്ട് അവർക്ക് നമ്മള് ബലം പിടിച്ച് നമ്മളെന്തെങ്കിലും പറഞ്ഞ് മയക്കി അവരെ കൊണ്ടുവരാൻ നോക്കിയാലും നടക്കില്ല. അവർ ആ വഴിക്ക് പോകണമെങ്കിൽ ആ വഴിക്ക് അങ്ങ് വിട്ടോട്ടെ എന്ന് വിചാരിക്കണം. ആ വഴിക്ക് പോട്ടെ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഒരു പെണ്ണുണ്ടെങ്കിൽ അല്ലെ ആ സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? ഇത് ഞാൻ ചോദിക്കുന്ന ആണുങ്ങളോടാണ്. അങ്ങനെ പോകുന്ന അവൾമാരുണ്ടെങ്കിൽ അവളുമാർ ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ. അവളുമാർ ഈ ഒന്നിലൊന്നല്ല ഒരിത്തരിലും ഒതുങ്ങില്ല. അവളുമാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണോ ഇതുപോലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അവരിൽ ഒരാളെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. കാരണം നിങ്ങൾ കാരണം, ഇപ്പൊ ഈ അച്ഛനും അമ്മയും കാരണം, അതായത് ഈ ഹസീന കാരണം എത്ര പേർക്ക് ആ ജീവൻ നഷ്ടപ്പെട്ടേക്കണത്. ആ 4 കുഞ്ഞുമക്കളുടെ ജീവിതം എന്തായി? അവർക്കൊന്ന് കളിച്ച് ചിരിച്ച് ജീവിക്കേണ്ട ഒരു പ്രായം അവരുടെ നിങ്ങളെല്ലാരും കൂടി തള്ളിക്കെടുത്തില്ലേ? അതായത് ഈ അച്ഛനും അമ്മയും കൂടി തള്ളിക്കെടുത്തില്ലേ? അതിൽ മെയിൻ കാരണം ഹസീന തന്നെയാണ്. ഹസീനയാണ് ഈ കാരണമൊക്കെ ഉണ്ടാക്കിയത്. എന്നെ സംബന്ധിച്ച് ഈ ഹസീനയുടെ ഭർത്താവുണ്ടല്ലോ സുരേഷിന്റെ അവസ്ഥ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് ഈ ഹസീനയ്ക്ക് വേണ്ടി. കാരണം ഹസീനന് അത്രയും ഇഷ്ടമാണ് ഈ പറയുന്ന ഈ സുരേഷ് ഇതിന്റെ ഇടയ്ക്ക് 2 തവണ ആത്മഹത്യ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ആത്മഹത്യക്കൊന്നും ശ്രമിച്ചിട്ടൊന്നും ഹസീന തിരിച്ചൊന്നും വരുന്നില്ല കേട്ടോ. ഹസീനയ്ക്ക് കാമുകനെ മതി. കാമപ്രാന്ത് കൂട്ടി അങ്ങ് മൂർധന്യത്തിപ്പോ പോയേക്കണല്ലേ. ഹസീനയ്ക്ക് അയാളെ മതി, വേറൊന്നും വേണ്ട. ആ ഭർത്താവിനെ മക്കളെയൊന്നും വേണ്ട, ആ കാമുകനെ മതി. ആ കാമുകന്റെ പേര് ഹരി എന്നാണ്. അത് നമ്മൾ പറയാൻ വിട്ടുപോകരുതല്ലോ. കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറയൂ, ഇതിലെ കാരണക്കാരി ആരാ? ഇത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഈ കൊലപാതകം നടന്നത് എങ്ങനെയാണ്? ഇതിനുള്ള കാരണക്കാരി ആരാ? ഇവര് തന്നെയല്ലേ? ഇവരുടെ അഹങ്കാരം കൊണ്ടിട്ടല്ലേ? ഇവർക്ക് പ്രേമവും കാമവും എല്ലാം കൂടി മൂത്ത്
അവർക്ക് അഹങ്കാരമായി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞ് ചോദിക്കണതാണ്, അതായത് ആ കുഞ്ഞ്, അതായത് ആ മൂത്ത മകൾ ചോദിക്കുകയാണ്, എൻ്റെ അമ്മയുടെ മനസ്സ് എങ്ങനെ മാറി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരാഴ്ച കൊണ്ട് എങ്ങനെ മാറി? അത് മക്കളെ, അവന്റെ കൂടെ പോയി ഹോട്ടലിലായിരുന്നല്ലോ, ഹോട്ടലിൽ കൂടി അങ്ങോട്ട് പോയപ്പോ അഴിഞ്ഞാടി അങ്ങ് മാറിയതാ. അല്ലാതെ നമ്മൾ ഇതിനൊക്കെ എന്നാ പറയാനല്ലേ? ഉം എന്ത് എന്തൊരു സ്ത്രീയാന്നാ ഞാൻ ആലോചിക്കണേ. ഇങ്ങനെയുണ്ടോ കുറെ പെണ്ണുങ്ങൾ? 3-4 മക്കളുണ്ടായിട്ട് ആ മക്കളെയും വേണ്ടെന്ന് വിചാരിച്ച് കണ്ടവന്മാരുടെ കൂടെ പോയി കിടക്കാൻ വേണ്ടി നടക്കും. എന്ത് നമ്മൾ പറയേണ്ടത് ഇവരെയൊക്കെ?